തിരനോട്ടം എന്നുള്ള ഒരു സിനിമ പാച്ചല്ലൂർ ശശി അദ്ദേഹം ഇന്നിപ്പം ഇല്ല ഉം. ഞങ്ങളുടെ കൂടെ. അദ്ദേഹം ഒരു സിനിമ കോൺട്രാക്ടറായിരുന്നു. ഉം. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. അശോകാണ് എൻ്റെ ഗുരു സ്ഥാനികൻ. അപ്പം അശോക് ഡയറക്റ്റ് ചെയ്യുന്നു. മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. അപ്പം അതിന് മുമ്പുണ്ടായിരുന്ന വെച്ചാൽ രാജീവ് നാഥ് അശോക് കുമാറിൻ്റെ ചേട്ടൻ രാജീവ് നാഥ് അറിയപ്പെടുന്ന ഒരു ഡയറക്ടറായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെറ്റിലോട്ടൊന്നും നമുക്ക് വലിയ എൻട്രി ഇല്ല, ആക്സസ് ഇല്ല. ഈവൻ അശോകന് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അശോകനൊരു സിനിമ എടുക്കാമെന്ന് തീരുമാനിക്കുക, നമ്മളെല്ലാവരും കൂടെ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സിനിമ ഉണ്ടാകുന്നു. ആ സിനിമയുണ്ടായി. അതിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എസ് കുമാർ ആദ്യമായിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്ന പടമാണത്. മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം. അശോക് കുമാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടം. സുരേഷ് കുമാർ അതിൽ ആദ്യമായിട്ട് സഹകരിക്കുന്ന പടം. ആ ഒരു പടം നമ്മൾ വിചാരിച്ച പോലെ റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. അതെല്ലാം കഴിഞ്ഞ് സിനിമയുടെ ഒരു ലൈഫ് അത് അത്രേ ഉള്ളൂ, അതങ്ങ് പോയി. ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചോട്ടെ, ആ സിനിമയുടെ കഥ എന്തായിരുന്നു? ശരിക്കും അത് എന്തായിരുന്നു ആ കഥ? ആ കഥ ഒരു പെൺകുട്ടിയുടെ എക്സിബിഷൻസും എന്ന് പറയില്ലേ, ഒരു ചെറിയ അങ്ങനെയൊക്കെയുള്ള സെക്ഷൽ ഒരു ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഓക്കെ. ലാലേട്ടൻ എന്തായിരുന്നു ക്യാരക്ടർ അതിനകത്ത്? ലാൽ അതിൻ്റെ അകത്തൊരു വേലക്കാരനായിട്ടായിരുന്നു. ആദ്യ പടം. അത് അതിൻ്റെ അകത്ത് നമ്മുടെ വില്യം ഡി ക്രൂസ് സാറ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അത് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ ഇറങ്ങും, ഹിറ്റാവും, അങ്ങനെ ഞങ്ങളൊക്കെ അത് ആ സമയം ആയപ്പോഴത്തേക്ക്, എൻ്റെ റിലീസ് സമയം ആയപ്പോഴത്തേക്ക് പറ്റിയെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടം കഴിച്ചു. പിന്നെ അത് ചേഞ്ച് വന്നു. അപ്പോഴത്തേക്ക് കളർ സിനിമകൾ വന്നു തുടങ്ങി. ഇത് കാണാനായിട്ട് പിന്നെ ആൾക്കാർ വരും എന്നുള്ള മാത്രമല്ല, പലരുടെയും മുമ്പിൽ, ഇപ്പം എക്സിബിറ്റേഴ്സിൻ്റെ മുമ്പിൽ, തിയേറ്റേഴ്സിൻ്റെ മുമ്പിലൊക്കെ ആണെങ്കിൽ, തിയേറ്റേഴ്സിന് മുമ്പിൽ അവർ വിചാരിക്കുന്നത് എന്തിനാ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആണെങ്കിൽ കളിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല, കളക്ഷൻ വരില്ല. പിന്നെ മാത്രമല്ല എല്ലാം പുതിയ പിള്ളേർ റിസ്ക് എടുക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിയായിട്ട് എടുത്തൊരു സിനിമയായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട രീതിയിൽ അത് തിയേറ്ററിലേക്ക് ശ്രദ്ധിക്കപ്പെടുത്താൻ പറ്റാതെ പോയി. അങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റാതെ പോയത്. ഈ നമ്മൾ സാധാരണ സിനിമയ്ക്കുള്ളിൽ മാധ്യമങ്ങളിൽ പറയുന്ന ഒരു സാധനം, തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്, അതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ശരിക്കും ആ ഒരു ഗ്യാങ് അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു ഗ്രൂപ്പിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു നേതാവെന്ന് പറയാൻ പറ്റുന്നത് സുരേഷ് കുമാർ തന്നെയാണ്. പ്രൊഡ്യൂസർ സുരേഷ് കുമാർ. അവൻ എല്ലാത്തിനും എവിടെയുണ്ട്, ലീഡ് ചെയ്യും. മാത്രമല്ല വളരെ പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹമാണ് എല്ലാവരെയും ഇതിലേക്ക് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ സുരേഷ്, അശോക് കുമാർ, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഗുരുസ്ഥാനികനായ അശോക് കുമാർ, ലാല്, പ്രിയദർശൻ, എസ് കുമാർ, എൻ്റെ ബ്രദറുള്ള ശ്രീകാന്ത്, അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കൂട്ടായ്മയായിരുന്നു. സനല്. അപ്പം അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയായിരുന്നു. ഏതിനും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടങ്ങ് ഇറങ്ങും. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ അങ്ങനെ ഒരു തിരുവനന്തപുരം ബെൽറ്റ് എന്ന്, പിന്നെ സിനിമയൊക്കെ ഈ പൂച്ചക്കൊരു മൂക്കുത്തി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ കളിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അന്ന് ഞങ്ങളുടെയൊക്കെ പ്രായം അതേ ഉള്ളൂ. അപ്പോൾ പിള്ളേർ കളിയായിട്ടാണ് എല്ലാവരും കണ്ടത്. പക്ഷേ പൂച്ചക്കൊരു മൂക്കുത്തിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആകുമ്പോഴത്തേക്ക് ഞങ്ങളിൽ എന്തോ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാൽ ഇനിയും സിനിമകൾ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായി എല്ലാവർക്കും. അതിലേക്കാണോ പിന്നെയാണ് ജഗദീഷ് ചേട്ടന്, മണിയമ്പിള്ള രാജു അവരൊക്കെ വന്ന് അത് പിന്നീട് വന്നതാണ്. ജഗദീഷ് പിന്നീട് വന്നു. പിന്നെ മണിയമ്പിള്ള രാജു എന്നല്ല, അവൻ്റെ ശരിക്കുള്ള പേര് സുധീർ. അപ്പം സുധീറൊക്കെ നേരത്തെ വേറെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. ചെന്നൈ പോയിട്ട് അഭിനയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ മുതലാണോ എന്നാണ് തോന്നുന്നത് ജഗദീഷ് സിനിമയിലേക്ക് സജീവമായിട്ട് വന്നു തുടങ്ങി. അധ്യാപകനായിരുന്നു. അവൻ നന്നായിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞൊരു വിഷയമാണ്. എല്ലാത്തിലും നല്ല റാങ്കോടുകൂടി പാസ്സായ ആളാണ്. ഞങ്ങളെപ്പോലെ ഒന്നുമല്ല, നല്ല പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. നിങ്ങൾ മറ്റേ സിനിമ എന്നുള്ളൊരു ഞങ്ങളൊരു സിനിമയുടെ ഒരു പ്രാന്തിൽ ഞങ്ങൾ കിടക്കുന്നു. അവന് അല്ലാതെ കോളേജ് അധ്യാപകൻ എല്ലാം നല്ല രീതിയിൽ. ആ കൂട്ടത്തിൽ ഏറ്റവും ക്രൈസ് ആർക്കായിരുന്നു? സിനിമ എന്ന് പറയുന്നത് സിനിമ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്തയുള്ളതാരായിരുന്നു? അത് സുരേഷിനും പ്രിയനും ഒക്കെ തന്നെയായിരുന്നു. അതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഈ പൂച്ചക്കൽ മൂക്കുത്തിയെല്ലാം കഴിഞ്ഞതിന് ശേഷം
എനിക്ക് ആർക്കിടെക്ട് മഹേഷിൻ്റെ അവിടെ ഞാൻ ബിസിനസ് മാനേജറായിട്ട് ജോലിക്ക് കയറി. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈ സിനിമയായിട്ടുള്ള കോൺടാക്ട്സ് പതുക്കെ അങ്ങ് വിട്ടു. ഒരു ഗ്യാപ്പ് വന്നു എനിക്ക്. അപ്പം അവിടുത്തെ ജോലിയും സിനിമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഏതെങ്കിലും ഒരു സമയമായിരിക്കും നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ. ഇപ്പം അത് പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ ജോലിയോട് നീതി പുലർത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ സിനിമയായിട്ട് ടോട്ടലി വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ സിനിമകൾ ഓർഡർ തമ്മാവ് ആളറിയാം, അയൽവാസി ഒരു ദരിദ്രവാസി, അതിലൊക്കെ എനിക്ക് പരിപൂർണമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊക്കെ പോവും വരും, അങ്ങനെയൊക്കെ നിന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ പാരിയെ കാണാനായിട്ട്, പാരി ഉണ്ടായിരുന്നു മടവമോള്, അങ്ങനെ പാരിയെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ലാല് കുറേയൊക്കെ ഇതായിരുന്നു, ലാലും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പടം ചെയ്യണം എന്നെൻ്റെ അടുത്ത് ലാല് പറയാൻ ഉണ്ടായത്. ആ ഒരു വാക്ക് എൻ്റെ ജീവിതത്തെ ടോട്ടലി മറിച്ചു എന്ന് പറയാം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഇൻ്റർവ്യൂവിന് ഈ ക്യാമറയുടെ മുമ്പിലും ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഇരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് മോഹൻലാലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസ് ജോബൊക്കെ ആയിട്ട് അതാണ് ഞാൻ മഹേഷിൻ്റെ അവിടെ ഓഫീസ് ജോലിയിലായിരുന്നല്ലോ. ആ സമയത്ത് കിട്ടിയ ഒരു വാക്ക്, ആ ഒരു വാക്കാണ് ഇന്ന് കിരീട ഉണ്ണിയായിട്ട് ഞാൻ അറിയപ്പെടുന്നത്. പക്ഷേ എനിക്കുള്ള ഏറ്റവും വലിയൊരു ഗുരുത്വവും നിമിത്തവുമായിട്ട് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വാക്കിന് ലാലിന് എനിക്ക് അതുപോലെ തന്നെ തിരിച്ച് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പറ്റി. ഇന്ന് 37 കൊല്ലം കഴിയുമ്പോഴും ആ ചിത്രം ശ്രദ്ധിക്കപ്പെടുന്നു, വീണ്ടും റിലീസ് ചെയ്യാനും. അതാണ് പറയണത്. ഞങ്ങളുടെ ഒരു ഹാർമണി എന്ന് പറയുമല്ലോ, അതാണ് എനിക്ക് ഇങ്ങോട്ട് തന്ന ഒരു ബഹുമാനം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ്. അതേപോലെ തന്നെ എനിക്കും തിരിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, എൻ്റെ ചിത്രത്തിലൂടെ അവനത് കിട്ടുക എന്ന് പറയുന്നതിന് അപ്പുറത്ത് എനിക്ക് എന്താ സന്തോഷം? അതിൽ കൂടുതലൊരു സന്തോഷം എനിക്കില്ലല്ലോ. ഈ നമ്മുടെ പരിപാടിയിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞൊരു കഥയുണ്ട്. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ഓഡീഷൻ വന്ന സമയത്ത് സിബി മലയിൽ 100-ൽ 2.5 മാർക്ക് കണ്ടിട്ട് എടുത്തു എന്നുള്ളൊരു കാര്യം. അവിടെ നിന്ന് ലാലേട്ടനെ ഇപ്പൊ ഇവിടെ അന്നത്തെ ആ പരിപാടിക്ക് വന്നിന്ന് കാണുമ്പോൾ ചേട്ടന് ശരിക്കും എന്താ തോന്നുന്നത് അദ്ദേഹത്തെ കുറിച്ച്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലാലിനെ അന്നത്തെ പോലെ എനിക്കിപ്പോഴും കാണാൻ പറ്റും. അതിനപ്പുറത്ത് എനിക്കൊരു ലാല് എത്രത്തോളം ഉയരങ്ങളിൽ പോകണം അത്രത്തോളം ഉയരങ്ങളിൽ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അങ്ങനെ തന്നെ വേണം എന്ന് 100% ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇതേ ഉന്നതങ്ങളിൽ എത്തുമ്പോൾ ഞങ്ങൾക്കല്ലേ അഭിമാനം? തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഒരാള്. അതെ, അത് ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങളുടെ അഹങ്കാരമാണ്. ഇതേ കാര്യം തന്നെയാ പ്രിയൻ സാറിന്റെ കാര്യം. കാരണം പ്രിയ സാറിനൊപ്പം ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എത്രയോ സംവിധായകർ വന്നു പോയി. ചിലപ്പോൾ അന്ന് കത്തി നിന്നവർ ഇപ്പോൾ ഇല്ല, അതിനിടയിൽ കത്തി നിന്നവരില്ല. പക്ഷെ ഇപ്പോഴും ഇപ്പൊ ലാസ്റ്റ് ഹിന്ദിയിൽ പോയി 300 കോടി അടിക്കുക, സ്റ്റേബിളായിട്ട് നിൽക്കുക. അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിനെ എങ്ങനെയാ ഒരു സുഹൃത്ത് എന്നുകൂടി നോക്കി കാണുന്നത്? പ്രിയനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കഥ ഉണ്ടാക്കാൻ ഭയങ്കര കഴിവാണ്.